Hi dear students, database management system and RDBMS unit 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ SQL സെറ്റ് ഓപ്പറേഷൻസ് അതേപോലെ സബ് ക്വയറീസ് ദെൻ ഗ്രൂപ്പ് ബൈ ഹാവിങ് അതേപോലെ ഓർഡർ ബൈ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനെങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക അതേപോലെ അതെങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ മൊഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കാണ് അല്ലെങ്കിൽ അവസാനത്തെ ക്ലാസ് ആണ് ഇത്. സോ PostgreSQL ജോയിൻ ഓപ്പറേഷൻസ് നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. സോ ജോയിൻ ഓപ്പറേഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ജോയിൻ ഓപ്പറേഷൻ, അതെങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ ഡാറ്റാബേസിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ഇന്നർ ജോയിൻ ഔട്ടർ ജോയിൻ അതേപോലെ ലെഫ്റ്റ് ഔട്ടർ ഫുൾ ഔട്ടർ ഒക്കെ പറഞ്ഞത് അതെങ്ങനെ വർക്ക് ചെയ്യും, അതിൻ്റെ കീവേഡ് എന്താണ്, അതെങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ പറയും. അതേപോലെ എക്സിസ്റ്റ് എനി ഓൾ ലൈക്ക് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കീവേഡുകളുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതൊക്കെ വേറെ ഓരോ ക്വയറീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ അതെങ്ങനെ ഉപയോഗിക്കും, അതിൻ്റെ സിൻടാക്സ് പറയും. ദെൻ വ്യൂസ് എന്താണെന്നുള്ളതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെ, അത് അപ്ഡേറ്റ് ചെയ്യുന്ന എങ്ങനെ, അത് ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കാര്യങ്ങളോട് കൂടി ഇന്നത്തെ ഈ ഫോർത്ത് മൊഡ്യൂൾ നമ്മളിവിടെ അവസാനിപ്പിക്കും. ഓക്കെ, സോ നമുക്ക് ആദ്യം ജോയിൻ ഓപ്പറേഷൻസ് എന്താണെന്ന് നോക്കാം. ദെൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. ഓക്കെ, സോ PostgreSQL ജോയിൻസ് അല്ലെ, ജോയിൻ ഓപ്പറേഷൻ നമുക്കറിയാം. രണ്ട് ടേബിളിൽ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ PostgreSQL ജോയിൻസ് ആർ യൂസ്ഡ് ടു റിട്രീവ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ ടേബിൾസ്. സോ മൾട്ടിപ്പിൾ ടേബിൾസ് നിന്ന് നമുക്ക് ഡാറ്റ എടുത്തിട്ട് ഒരു സിംഗിൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കാണണമെങ്കിലാണ് നമ്മൾ ഈ ജോയിൻ ഓപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എ PostgreSQL ജോയിൻ ഈസ് പെർഫോംഡ് whenever two or more tables are joined in SQL statement. അല്ലേ, SQL സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ രണ്ടോ മൂന്നോ ടേബിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ടേബിൾസിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോഴാണ് ഈ ജോയിൻ ഓപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് PostgreSQL ജോയിൻസ്. ഇന്നർ ജോയിൻ നമുക്ക് ഇതിന് സിമ്പിൾ ജോയിൻ എന്ന് പറയാറുണ്ട്. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറയും, ലെഫ്റ്റ് ജോയിൻ എന്ന് പറയും, അല്ലെങ്കിൽ റൈറ്റ് ഔട്ടർ ജോയിൻ ഓർ റൈറ്റ് ജോയിൻ എന്ന് പറയും, ഫുൾ ഔട്ടർ ജോയിൻ ഓർ ഫുൾ ജോയിൻ എന്ന് പറയും, ദെൻ ക്രോസ് ജോയിൻ. ഇങ്ങനെ 5 ടൈപ്സിലാണ് ജോയിൻ ഓപ്പറേഷൻസ് ഉള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ വിത്ത് എക്സാമ്പിൾ കാണിച്ചു തരാം, അതിൻ്റെ ക്വയറി കാണിക്കാം, അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ കാണിക്കാം, അപ്പോൾ ക്ലിയർ ആവും നിങ്ങൾക്ക്. ഓക്കെ, സോ ആദ്യം ഇന്നർ ജോയിൻ എന്താണെന്ന് നോക്കാം. ഇന്നർ ജോയിൻ ഓർ സിമ്പിൾ ജോയിൻ എന്ന് പറയും നമ്മൾ. ദ PostgreSQL ഇന്നർ ജോയിൻ ഈസ് ഓൾസോ നോൺ ആസ് ജോയിൻ ഓർ സിമ്പിൾ ജോയിൻ എന്ന് പറയും. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ജോയിൻ. ദിസ് ജോയിൻ റിട്ടേൺ ഓൾ റോസ് ഫ്രം മൾട്ടിപ്പിൾ ടേബിൾ വെർ ദ കണ്ടീഷൻ ഓർ ജോയിൻ കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ്. നമ്മൾ രണ്ട് ടേബിളിനെ ഒരു കോമൺ കോളം വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യിപ്പിക്കുക. ആ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് കോമൺ ടേബിളിൽ അല്ലെങ്കിൽ ആ കണ്ടീഷനും കൂടെ കൊടുക്കും നമ്മൾ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രം നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെയാണ് നമ്മൾ പറയുക സിമ്പിൾ ജോയിൻ എന്ന് പറയാം അല്ലേ. സോ മൾട്ടിപ്പിൾ ഓർ ജോയിൻ കണ്ടീഷൻ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമേ ഇവിടെ ഔട്ട്പുട്ടിൽ വരുന്നുള്ളൂ. സോ അതായത് ടേബിൾ 1ഉം ടേബിൾ 2 കൊടുത്തു, നമുക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഈ സാധനം, ഈ ബ്ലൂ കളർ. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഇന്നർ ജോയിൻ വഴി ഔട്ട്പുട്ടിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, ടേബിൾ 1നും ടേബിൾ 2നും ഏതാണോ നമ്മൾ കൊടുത്ത കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നവർ മാത്രം അല്ലേ, അവർ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നതാണ് സിമ്പിൾ ജോയിൻ അഥവാ ഇന്നർ ജോയിൻ എന്ന് പറയുന്നത്. സിൻടാക്സ് നോക്കാൻ നിങ്ങൾ സെലക്ട് ടേബിൾ 1 ഡോട്ട് കോളം നമ്പർ മീൻസ് ഇവിടെ നമ്മൾ ടേബിൾ 1 ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടേബിൾ നിന്ന് എടുക്കുകയാണ്, രണ്ടാമത്തെ ടേബിൾ നിന്ന് എടുക്കണമെങ്കിൽ ടേബിൾ 2 ഡോട്ട് കോളം, അല്ലെങ്കിൽ ടേബിളിന് ഒരു നെയിം ഉണ്ടെങ്കിൽ AB ആണ് രണ്ട് ടേബിളെങ്കിൽ A ഡോട്ട് കോളം 1 B ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മളത് കോൾ ചെയ്യുന്നത്. ഓക്കെ, സോ സെലക്ട് ടേബിൾ 1 ഡോട്ട് കോളംസ് കോമ ടേബിൾ ഡോട്ട് കോളംസ് ഫ്രം ടേബിൾ 1 ദെൻ ഇന്നർ ജോയിൻ ആയതുകൊണ്ട് എഴുതേണ്ട കീവേഡ് ഇന്നർ ജോയിൻ തന്നെയാണ്. സോ ടേബിൾ 1 ഇന്നർ ജോയിൻ ടേബിൾ 2 ഓൺ. ഒരു കണ്ടീഷനും കൂടെ നമ്മൾ കൊടുക്കണം, ജോയിൻ ചെയ്യാനുള്ള കണ്ടീഷനും കൂടെ കൊടുക്കണം. അതെന്താണ്, ടേബിൾ 1ൽ ഡോട്ട് കോമൺ ഫീൽഡ്, ടേബിൾ 1ലും ടേബിൾ 2ലും ഒരു കോമൺ ഫീൽഡ് ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. രണ്ട് ടേബിളിലും ഒരു കോമൺ ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ ടേബിൾ 1ൽ ജോയിൻ കോമൺ ഫീൽഡ് ഏതാണോ അതാണ് ടേബിൾ 1 ഡോട്ട് കോമൺ ഫീൽഡ് ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോമൺ ഫീൽഡ്. ഇപ്പോൾ സിൻടാക്സ് ഒന്ന് ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് ജോയിൻ ഓപ്പറേഷൻസ് ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് ലാബിലൊക്കെ, അതേപോലെ എക്സാമിനും ഇത് കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇന്നർ ജോയിൻ എന്നുള്ളതൊക്കെ ഇവിടെ തന്നെ ഉപയോഗിക്കാം സിമ്പിൾ ജോയിൻ ആണെങ്കിൽ. ഓക്കെ, സോ ടേബിൾ 1 ഡോട്ട് കോളം ടേബിൾ 2 ഡോട്ട് കോളം ഫ്രം ടേബിൾ 1 ഇന്നർ ജോയിൻ ടേബിൾ 2 ഓൺ കണ്ടീഷൻ ആണ് ടേബിൾ 1 ഡോട്ട് കോമൺ ഫീൽഡ് ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോമൺ ഫീൽഡ്. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇന്നർ ജോയിൻ, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്, സപ്ലൈ എന്നുള്ളതും ഓർഡർ എന്നുള്ള രണ്ട് ടേബിൾസ് ആണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. സപ്ലയർ ID സപ്ലയർ നെയിം ആണ് സപ്ലൈ എന്നുള്ള ടേബിളിൽ, ഓർഡർ എന്നുള്ള ടേബിളിൽ ഓർഡർ ID സപ്ലയർ ID ഓർഡർ ഡേറ്റ്സ്. സോ ഇത് രണ്ടും ഇന്നർ ജോയിൻ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റും, കാരണം കോമൺ ആയിട്ടൊരു ഫീൽഡ് ഉണ്ട്, ഏതാണ് സപ്ലയർ ID. സോ സപ്ലയർ ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്
കോമൺ ഫീൽഡിന് നമുക്ക് ഇന്നർ ജോയിൻ നടത്താൻ പറ്റും. സോ അതിന് സിൻടാക്സ് തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു, അത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വയറി ഇവിടെ എഴുതി നോക്കാം ഇന്നർ ജോയിൻ ഓപ്പറേഷൻ നടത്താനുള്ളത്. സെലക്ട്, സോ ഈ ടേബിൾ നമ്മൾ എന്തൊക്കെ സെലക്ട് ചെയ്യണം? സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി. ഈ ടേബിൾ സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി, സപ്ലയർ ഡോട്ട് സപ്ലയർ നെയിം, ഇത് രണ്ടും സെലക്ട് ചെയ്തു, ദെൻ രണ്ടാമത്തത് ഈ ടേബിളിൽ നിന്നാണ് ഇനി വരുന്നത്, അതുകൊണ്ട് ഓർഡർ ഡോട്ട് ഓർഡർ ഡേറ്റ്, ഓർഡർ ഡോട്ട് ഓർഡർ ഡേറ്റ് ഫ്രം സപ്ലയർ ഇന്നർ ജോയിൻ ഓർഡേഴ്സ് അല്ലേ. സോ ആ സിൻടാക്സ് നോക്കുക നിങ്ങൾ, ടേബിൾ 1 ഇന്നർ ജോയിൻ ടേബിൾ 2 സപ്ലയർ ഇന്നർ ജോയിൻ ഓർഡർ, ദെൻ ഓൺ അല്ലേ, ഒരു കണ്ടീഷൻ കൂടെ നിങ്ങൾ കൊടുക്കണം വിത്ത് കോമൺ ഫീൽഡ്. ഈ രണ്ട് ടേബിളിൽ കോമൺ ഫീൽഡ് ഏതാണ്? സപ്ലയർ ഐ ഡി ആണ് കോമൺ ഫീൽഡ്. സോ സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി ഈക്വൽ ടു ഓർഡർ ഡോട്ട് സപ്ലയർ ഐ ഡി. സോ ഈ രീതിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നോക്കുക, അവിടെ മൂന്നെണ്ണമാണ് സെലക്ട് ചെയ്യുന്നത്. സപ്ലയർ ഐ ഡി ഫ്രം സപ്ലയർ, സപ്ലയർ നെയിം ഫ്രം സപ്ലയർ, ദെൻ ഓർഡർ ഡേറ്റ് ഫ്രം ഓർഡർ ടേബിൾ. സോ ഈ രീതിയിൽ ഇത് ഔട്ട്പുട്ട് ഇന്നർ ജോയിൻ നടത്തിയിട്ട് ഔട്ട്പുട്ട് കിട്ടണം. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? 3 കോളം ഉണ്ടാവില്ലേ, സപ്ലയർ ഐ ഡി, സപ്ലയർ നെയിം, ഓർഡർ ഡേറ്റ്. സോ ഇവിടെ ഇന്നർ ജോയിൻ ചെയ്താനുള്ള കാരണം നമുക്ക് വേണ്ട വാല്യൂസ് രണ്ട് ടേബിൾ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് ഒരു ടേബിളായിട്ട് വരുന്നത്, ഒരു ഔട്ട്പുട്ട് വരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നർ ജോയിൻ ഒക്കെ ഉപയോഗിക്കുന്നത്. സോ സപ്ലയർ ഐ ഡി, സപ്ലയർ നെയിം, ഓർഡർ ഡേറ്റ് ഉണ്ടാവും. അവരുടെ കണ്ടീഷൻ ഉണ്ടാകുന്നത് സപ്ലയർ ഐ ഡി ഈക്വൽ ടു സപ്ലയർ ഐ ഡി, രണ്ടിൻ്റെയും സപ്ലയർ ഐ ഡി ഈക്വൽ ആയിരിക്കണം. ഇവിടെ രണ്ടിലും ഈക്വൽ ആയിട്ടുള്ള എന്തൊക്കെയാണ്? സപ്ലയർ ഐ ഡി 1000 ഇവിടെ ഉണ്ട്, 10,000 ഇവിടെ ഉണ്ട്, 10,001 ഇവിടെ ഉണ്ട്, 10,001 ഇവിടെ ഉണ്ട്, ദെൻ ഇവിടെ 10,002 ഇവിടെ ഇല്ല, 10,003 ഇത് ഇവിടെ ഇല്ല. സോ ഇതിൽ കോമൺ ഏതൊക്കെയാണുള്ളത്? 10,000ഉം 10,001ഉം, ഇത് രണ്ടുമാണ് കോമൺ അല്ലേ. ഈ ഒരു കണ്ടീഷൻ ഓൺ സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി 1000 ഈക്വൽ ടു ഓർഡർ ഡോട്ട് ഓർഡർ ഐ ഡി ഇവിടെ ഉണ്ട്. സോ ഇത് രണ്ടും ഈക്വലാണ്, ഇതും ഈക്വലാണ്, ഇതും ഈക്വലാണ്. സോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വാല്യൂസ് മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ വരുള്ളൂ. അതായത് സപ്ലയർ ഐ ഡിയും നെയിമും ഓർഡർ ഡേറ്റും അല്ലേ, സപ്ലയർ ഐ ഡി നെയിം ഓർഡർ ഡേറ്റ് മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നുള്ളൂ. സോ 1000 വരും, 10,001 വരും. അതിന് നെയിം എന്താണ്? IBM. നെയിം ഇവിടുന്ന് കിട്ടുന്ന IBM ആണ്. 10,001 ആണെങ്കിൽ ദെൻ ഹവ്ലെറ്റ് പാക്കാർഡ് ആണ്. ദെൻ അവിടെ ഓർഡർ ഡേറ്റ് ഇത് അവിടെ ഉണ്ട് അല്ലേ, 10,000 ഓർഡർ ഡേറ്റ് 2013 0512 ആണ്, ദെൻ 2013 0513. സോ ഇങ്ങനെയാണ് ഇന്നർ ജോയിൻ നടക്കുന്നത്. അപ്പം ഇവിടെ നോക്കുക നിങ്ങൾ, ഈ രണ്ട് ടേബിളിൽ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രത്യേകം ഓർത്ത് വെക്കുക, കാരണം അടുത്ത വരുന്ന ജോയിൻ ഓപ്പറേഷൻസിൽ വ്യത്യാസമുണ്ട്. സോ ഇന്നർ ജോയിനിൽ ഏതാണോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിൻ്റേത് മാത്രമേ എടുക്കുന്നുള്ളൂ എന്നർത്ഥം. ദെൻ പോസ്റ്റ് കണക്ഷൻ ജോയിനിൽ രണ്ടാമത്തതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. ആദ്യം നമ്മൾ ഇന്നർ ജോയിൻ ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ സിമ്പിൾ ജോയിൻ ആണ് പറഞ്ഞത്. ഇനിയുള്ളത് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ്. ദ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ റിട്ടേൺസ് ഓൾ റോസ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ടേബിൾ സ്പെസിഫൈ ഇൻ ദി ഓൺ കണ്ടീഷൻ ആൻഡ് ഓൺലി റോസ് ഫ്രം ദി അതർ ടേബിൾ വേർ ദി കണ്ടീഷൻ ഈസ് ഫുൾഫിൽഡ്. ഇവിടെ രണ്ട് ടേബിൾ A B തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഗർ കാണിച്ചിരുന്നു അല്ലേ. ടേബിൾ 1 നമ്മളൊരു ഓൺ കണ്ടീഷൻ കൊടുക്കുന്നില്ലേ, ഇതിനകത്ത് ഇന്നർ ജോയിൻ ഓൺ എന്ന കണ്ടീഷൻ കൊടുത്തില്ലേ. അവിടെ ഓൺ കണ്ടീഷനിൽ ലെഫ്റ്റ് ഭാഗത്ത് ഒരു ടേബിൾ, റൈറ്റ് ഭാഗത്ത് രണ്ടാമത്തെ ടേബിളാണ്. അപ്പം ഈ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മുഴുവൻ ടേബിളിലെ വാല്യൂസും അതേപോലെ വരും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ മുഴുവൻ ടേബിൾസിലെ വാല്യൂസും അതേപോലെ വരും. റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ആ കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ അല്ലേ, ഓൺ പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുക്കുന്നില്ല, അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ലെഫ്റ്റ് സൈഡിലെ മുഴുവൻ ടേബിൾ വരും, പ്ലസ് റൈറ്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ രണ്ടാമത്തെ ടേബിളിൽ നിന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രം നമ്മൾ ഔട്ട്പുട്ടിലേക്ക് എടുക്കും. എക്സാമ്പിൾ കാണുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും നമുക്ക്. സിൻടാക്സ് നോക്കുക നിങ്ങൾ, സെലക്ട് ടേബിൾ 1 കോളം, അതൊക്കെ വ്യത്യാസമൊന്നുമില്ല, നേരത്തെ പോലെ തന്നെയാണ്. സെലക്ട് ടേബിൾ 1 ഡോട്ട് കോളം, സെലക്ട് ടേബിൾ 2 ഡോട്ട് കോളം ഫ്രം ടേബിൾ 1 ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. നേരത്തെ ഇന്നർ ജോയിൻ ചെയ്തിട്ട് പകരം ഇവിടെ എന്ത് ചെയ്താൽ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ചെയ്ത ടേബിൾ 2 ഓൺ കണ്ടീഷൻ, നേരത്തെ പോലെ തന്നെ കണ്ടീഷൻ ടേബിൾ 1 കോമൺ ഫീൽഡ് ഈക്വൽ ടു ടേബിൾ 2 കോമൺ ഫീൽഡ്. അപ്പോൾ ആകെ വ്യത്യാസം ഇവിടെ ഇന്നർ ജോയിൻ എന്നുള്ളത് മതി, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ മാത്രമായി. അപ്പോൾ റിസൾട്ടിൽ മാറ്റം ഉണ്ടാകും. റിസൾട്ടിൽ എന്ത് വരും? ലെഫ്റ്റ് ഭാഗത്തുള്ള ടേബിൾ, അതായത് ടേബിൾ 1 ഡോട്ട് കോളം നെയിം ആണ് ഇവിടെ, കോമൺ ഫീൽഡ് ആണ് ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് വരുന്നത് അല്ലേ. ഈ ഓൺ കണ്ടീഷനിൽ ലെഫ്റ്റ് ഭാഗത്ത് വരുന്നതാണ് ടേബിൾ 1 ഡോട്ട് കോമൺ ഫീൽഡ് ആണ്. സോ ടേബിൾ 1ലെ മുഴുവൻ എലമെന്റ്സും ഔട്ട്പുട്ടിൽ വരും, പ്ലസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ് ഫ്രം ടേബിൾ 2. ഓക്കെ, എക്സാമ്പിൾ നോക്കാം നമുക്ക്. നേരത്തെ സെയിം ടേബിൾ എടുത്തു, സപ്ലൈ ടേബിളും ഓർഡർ ടേബിളും സെയിം തന്നെയാണ് എല്ലാം. ഓക്കെ, സോ അതിൽ ഒരു ക്വയറി ചെയ്ത് ഞാൻ സെലക്ട് സപ്ലയർ ഡോട്ട് നേരത്തെ ക്വയറിയും സെയിം തന്നെയാണ് ആക്ച്വലി. സപ്ലൈ ഡോട്ട് സപ്ലയർ ഐ ഡി, സപ്ലയറിന് സപ്ലയർ ഐ ഡി എടുത്തു, സപ്ലയറിന് സപ്ലയർ നെയിം എടുത്തു, ഓർഡറിന് ഓർഡർ ഡേറ്റ് എടുത്തു, സെയിം തന്നെയാണ് അല്ലേ. ഫ്രം സപ്ലൈസ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ഓർഡേഴ്സ്. സോ സപ്ലൈസിനും ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എടുത്തിട്ട് ഞാനിത് എടുത്തു. ഓൺ കണ്ടീഷൻ എന്താണ്?
സപ്ലൈ നേരത്തെ അതേ കണ്ടീഷൻ സപ്ലൈ ഡോട്ട് സപ്ലൈർ ഐ ഡി ഈക്വൽ ടു സപ്ലൈ ഡോട്ട് സപ്ലൈർ ഐ ഡി ഓർ മീൻസ് ഓർഡർ ഡോട്ട് ഓർഡർ ഐ ഡി മീൻസ് ഓർഡർ ഡോട്ട് സപ്ലൈർ ഐ ഡി. അതായത് നേരത്തെ സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ മാത്രമാക്കി. അപ്പോൾ എന്ത് വരും റിസൾട്ടിൽ? ടേബിളിൽ വരുന്ന ഔട്ട്പുട്ട് മീൻസ് കോളംസ് ഏതൊക്കെ ആയിരുന്നു? സപ്ലൈർ ഐ ഡി, സപ്ലൈർ നെയിം, ഡേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇവിടെയുള്ള ഈ ടേബിളിലെ മുഴുവൻ വാല്യൂസും ഇവിടേക്ക് വരും. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ട് അവിടെ. അപ്പോൾ ഇവിടെ 10,002 എന്നുള്ളതിന് സപ്ലൈർ ഐ ഡി ഇവിടെ ഇല്ല. 10,003ക്ക് ഇവിടെ എന്തില്ല? സപ്ലൈർ ഐ ഡി ഇല്ല. അപ്പോൾ അതിന് ഓർഡർ ഡേറ്റ് എന്ത് വരും? നമ്മൾ അപ്പോൾ നോക്കാം നമുക്ക് എന്താ വരിക എന്നുള്ളത്. സോ 10,000, 10,001, 10,002, 10,003 അല്ലേ? ഇവിടെയുള്ള എല്ലാ ടേബിളും ഇവിടെ വരും എന്ന് പറഞ്ഞു ഞാൻ. സോ അതിൻ്റെ സപ്ലൈ നെയിമും വരും, IBM, ഹാവ്ലെറ്റ് പാക്കേഴ്സ്, മൈക്രോസോഫ്റ്റ്, നിവിഡ അല്ലേ? ഇതെല്ലാം വരും. കാരണം ലെഫ്റ്റ് സൈഡിലെ ടേബിൾ മൊത്തം വരുന്നു അല്ലേ? അതാണ് ഇവിടെ സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി ഓൺ കണ്ടീഷനിൽ സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി ആണ് ലെഫ്റ്റ് സൈഡ് വരുന്നത്. സോ ഈ ടേബിൾ മുഴുവൻ അതേപോലെ വരും. പ്ലസ് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത് എന്ത് മാത്രമേ വരുള്ളൂ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി ഈക്വൽ ടു സപ്ലയർ ഓർഡർ ഡോട്ട് സപ്ലയർ ഐ ഡി. അതായത് 10,000ഉം 10,001ഉം ആണ് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളൂ അല്ലേ രണ്ട് ടേബിളിലും. സോ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഓർഡർ ഡേറ്റ് നമുക്ക് കിട്ടും. 10,000 നമുക്ക് എന്ത് കിട്ടും? 2013 0513 അതേപോലെ 2013 0513 എന്ന രണ്ട് വാല്യൂസും 10,000ഉം 10,001നും കിട്ടും. പക്ഷേ 10,002ഉം 10,003ഉം നമുക്ക് ഇവിടെ ഉണ്ടോ? സപ്ലൈർ ഐ ഡി ഇവിടെ ഇല്ല. സോ അതിൻ്റെ ഓർഡർ ഡേറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? നൾ വാല്യൂ കൊടുക്കണം അവിടെ. സോ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഭാഗത്തു നിന്ന് മുഴുവൻ എലമെന്റ്സ് വരും, റൈറ്റ് സൈഡിൽ നിന്ന് എന്താണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത് മാത്രം വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. അപ്പം ഈ ക്വയറീസ് ഒക്കെ സെയിം ആണ്, ഇവിടെ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ മാത്രമാക്കി. അപ്പോൾ റിസൾട്ടിൽ വരുന്ന മാറ്റമാണത്. ലെഫ്റ്റ് ഭാഗത്ത് മുഴുവൻ ടേബിൾ അതേപോലെ വന്നു. സോ റൈറ്റ് ഭാഗത്തുനിന്ന് അതില്ലാത്തത് ഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കണം? നള്ള് കൊടുക്കണം. ഓക്കെ, ഇനി റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ലെഫ്റ്റ് ഔട്ടർ ജോയിൻ അല്ലേ? എന്തായിരിക്കും? റൈറ്റ് സൈഡിൽ ആ ഓൺ കണ്ടീഷൻ എഴുതുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലുള്ള എല്ലാ എലമെന്റ്സും വരും, ടേബിളിൻ്റെ എല്ലാ എലമെന്റ്സും വരും. ലെഫ്റ്റ് സൈഡിൽ ടേബിൾസ് എലമെന്റ്സിന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മാത്രമേ വരും. ബാക്കി ലെഫ്റ്റ് നമ്മൾ വാല്യൂ കൊടുക്കും. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. This type of join returns all rows from the right hand table specified on the on condition and only those rows from other table where join field are equal. അന്നേരം പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൺ കണ്ടീഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ആ ഇതിൻ്റെ മുഴുവൻ ടേബിൾസും അവിടെ വരും. എല്ലാ ടേബിൾസും മുഴുവൻ വാല്യൂസും വരും. ലെഫ്റ്റ് ഭാഗത്ത് നിന്നുള്ള ടേബിളിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രം വരും അല്ലേ? ടേബിൾ 1 ടേബിൾ 2 എന്നാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുന്ന ടേബിൾ 2 ആണെങ്കിൽ അത് മുഴുവൻ വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമേ വരുള്ളൂ. എല്ലായിടത്തും നൾ വാല്യൂ. ക്വറീസ് ഒക്കെ നേരത്തെ പോലെ തന്നെയാണ്, ഒറ്റ വ്യത്യാസമില്ല. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്നുള്ളത് റൈറ്റ് ഔട്ടർ ജോയിൻ ആയി. ഞാൻ അധികം പറയുന്നില്ലാത്തവർ അല്ലേ? നമുക്ക് നമ്മൾ സെലക്ട് ടേബിൾ 1 ഡോട്ട് കോളം, സെലക്ട് ടേബിൾ 2 ഡോട്ട് കോളംസ് ഫ്രം ടേബിൾ 1 റൈറ്റ് ഔട്ടർ ജോയിൻ ടേബിൾ 2 ഓൺ കണ്ടീഷനാണ് ടേബിൾ ഡോട്ട് 1 കോമൺ ഫീൽഡ് ഇസ് ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോമൺ ഫീൽഡ്. ഒന്നും വ്യത്യാസമില്ല. അവിടെ ലെഫ്റ്റ് ഔട്ടർ എന്നുള്ളത് എന്താക്കി? റൈറ്റ് ഔട്ടർ ജോയിൻ ആക്കി. അപ്പം റിസൾട്ടിൽ മാറ്റം ഉണ്ടാവും. എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. സപ്ലൈ എന്നുള്ള ടേബിൾ, ഓർഡർ എന്നുള്ള ടേബിൾ അതൊക്കെ സെയിം തന്നെയാണ്. സപ്ലയറിൽ 1000ഉം ആപ്പിളും 1001ഉം ഗൂഗിൾ. ദെൻ ഓർഡർ ഐ ഡി, സപ്ലയർ ഐ ഡി, ഓർഡർ ഡേറ്റ് നോക്കുക നിങ്ങൾ. ഓർഡർ ഐ ഡി ആൻഡ് സപ്ലയർ ഐ ഡിയിലെ ഇപ്പം ഇവിടെ കോമൺ ഫീൽഡ് 1000, 1001, 1000, 1001 ഒക്കെ ഉണ്ട്. ഓക്കെ, സെലക്ട് ഓർഡർ ഡോട്ട് ഓർഡർ ഐ ഡി കോമ ഓർഡർ ഡോട്ട് ഓർഡർ ഡേറ്റ്. ഇവിടെ ഈ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. സെലക്ട് ഓർഡർ ഡോട്ട് ഓർഡർ ഐ ഡി, ഓർഡർ ഡോട്ട് ഓർഡർ ഡേറ്റ്, സപ്ലൈ ഡോട്ട് സപ്ലയർ നെയിം. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ടേബിൾ എന്തൊക്കെ ഉണ്ടാവുള്ളൂ? ഓർഡർ ഐ ഡി വരും ഫ്രം ഓർഡർ ടേബിളിൽ നിന്ന് അല്ലേ? ഓർഡർ ഡേറ്റ് ഫ്രം ഓർഡർ ടേബിൾ ആൻഡ് സപ്ലൈ എന്നുള്ള ടേബിൾ എന്ത് വരും? സപ്ലയർ നെയിം വരും. ഫ്രം സപ്ലയർ റൈറ്റ് ഔട്ടർ ജോയിൻ ഓൺ റൈറ്റ് ഔട്ടർ ജോയിൻ ഓർഡർ അല്ലേ? സപ്ലയർ റൈറ്റ് ഔട്ടർ ജോയിൻ ഓർഡർ ഓൺ സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഏതാ വരുന്നത്? സപ്ലയർ എന്നുള്ള ടേബിളാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ഏതാണ്? ഓർഡർ ഡോട്ട് സപ്ലയർ ഐ ഡി. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? റൈറ്റ് ഔട്ടർ ജോയിൻ ആയതുകൊണ്ട് റൈറ്റ് ടേബിളിൽ നിന്ന് മുഴുവൻ ഓർഡർ ഡേറ്റും അല്ലേ ഓർഡർ ഐ ഡിയും വരും. അതായത് ഓർഡർ ഐ ഡിയും ഓർഡർ ഡേറ്റും മുഴുവൻ വരും, 3 വരും. ഇവിടെ നിന്ന് സാറ്റിസ്ഫൈ ചെയ്തത് മാത്രമേ വരുള്ളൂ. സോ നോക്കാം നമുക്ക്. ഔട്ട്പുട്ട് വരുമ്പം ഓർഡർ ഐ ഡീസ് ഇതൊക്കെയുണ്ട്. 125, 126, 127 വരും അല്ലേ? 500, 125 അതുപോലെ വരും. അതിന് ഓർഡർ ഡേറ്റ് എന്താ വരും? ഈ 3 ഇതേപോലെ വരും. ദെൻ ഇവിടെ കോമൺ ഫീൽഡ് ഏതാണ്? സപ്ലയർ ഐ ഡി ആണ് അല്ലേ? രണ്ടിലും കോമൺ ഫീൽഡ്. അതിൽ ഈക്വൽ ടു വരുന്നതൊക്കെയാണ് 1000 ഉണ്ട്, 10,000 ഉണ്ട്, 10,001 ഉണ്ട്, 10,001 ഉണ്ട്. സോ അത് കോമൺ വരും. സോ അതിൻ്റെ നെയിമാണ് ഇവിടെ കിട്ടും, സപ്ലൈ നെയിം കിട്ടും. സോ 10,000ന് പ്രൊപ്പോർഷണൽ നെയിം എന്താണ്? ആപ്പിൾ കിട്ടും. 10,001ന് പ്രൊപ്പോർഷണൽ നെയിം എന്താണ്? ഗൂഗിൾ. അത് രണ്ടും കിട്ടി. ദെൻ ഇവിടെ മൂന്നാമത്തെ ഒന്നുണ്ട്, സപ്ലയർ ഐ ഡി എന്താണ്? 10,002 ആണ് അല്ലേ? സോ അത് ഇവിടെ ഇല്ല.
അല്ലേ? അപ്പോൾ അതിന് പ്രൊപ്പോർഷനായിട്ട് നെയിം നമുക്ക് ഈ ടേബിളിൽ നിന്ന് കിട്ടാനില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നൾ വാല്യൂ കൊടുക്കും. സോ ഇതാണ് റൈറ്റ് ഔട്ടർ ജോയിൻ്റെ ഔട്ട്പുട്ട്. ഒക്കെ സിമ്പിളാണ്. നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ വളരെ ഈസിയാണ് അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിൻടാക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി ജോയിൻ ഓപ്പറേഷനിൽ ഫുൾ ഔട്ടർ ജോയിൻ ആണ്. ഫുൾ ഔട്ടർ ജോയിൻസ് മീൻസ് രണ്ട് ഭാഗത്തു നിന്നുള്ള എലമെൻറ്റ് ലെഫ്റ്റിലെയും റൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി ഇത് അല്ലേ? ഫുൾ ഔട്ടർ ജോയിൻ റിട്ടേൺ ഓൾ റോസ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ടേബിൾ ആൻഡ് റൈറ്റ് ഹാൻഡ് ടേബിൾ. ലെഫ്റ്റ് ഹാൻഡ് ടേബിളിൽ നിന്നും റൈറ്റ് ഹാൻഡ് ടേബിളിൽ നിന്നും മുഴുവൻ റോസും വരും. ഇറ്റ് പുട്ട്സ് നൾ ഇൻ പ്ലേസ് വേർ ദ ജോയിൻ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. നേരത്തെ പോലെ തന്നെയാണ്. ചിലപ്പം ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ടേബിൾ വരുമ്പോൾ റൈറ്റ് സൈഡിൽ അവിടെ പ്രൊപ്പോർഷനായിട്ട് എലമെൻറ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ നൾ വാല്യൂ കൊടുക്കും. അതേപോലെ തിരിച്ചും കൊടുക്കേണ്ടി വരും. അപ്പോൾ നൾ വാല്യൂസ് ഇട്ട് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടി വരും. സോ ടേബിൾ 1ഉം ടേബിൾ 2ഉം കംപ്ലീറ്റ് ആയിട്ട് വരും. ക്വറീസ് വ്യത്യാസമൊന്നുമില്ല, നേരത്തെ പോലെ തന്നെയാണ്. ഇവിടെ ഫുൾ ഔട്ടർ ജോയിൻ മാത്രമേ എഴുതാനുള്ളൂ. ടേബിൾ 1 കോളംസ്, ടേബിൾ 2 കോളംസ്, ഫ്രം ടേബിൾ 1 ഫുൾ ഔട്ടർ ജോയിൻ ടേബിൾ 2 ഓൺ ടേബിൾ കോമൺ ഫീൽഡ്സ് ഈക്വൽ ടു ടേബിൾ 2 ഡോട്ട് കോമൺ ഫീൽഡ്. അതൊക്കെ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. സോ നമുക്ക് ഫുൾ ഔട്ടർ ജോയിൻ ഒരു എക്സാമ്പിൾ നോക്കാം. രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്, സപ്ലയർ ടേബിളും ഓർഡർ ടേബിളും. സോ അതിൽ സപ്ലയർ ഐ ഡി ഉണ്ട്, അതുപോലെ സപ്ലൈ നെയിം ഉണ്ട്. സപ്ലൈ എന്നുള്ള ടേബിൾ, ഓർഡർ ടേബിൾ ഓർഡർ ഐ ഡി ആൻഡ് സപ്ലയർ ഐ ഡി ഓർഡർ ഡേറ്റ്, ഇങ്ങനെ 3 കോളംസ് ഉണ്ട്. സോ ഞാൻ ഇന്ന ഫുൾ ഔട്ടർ ജോയിൻ നടത്തുകയാണ് അല്ലേ? രണ്ട് ടേബിളിലെ മുഴുവൻ എലമെൻറ്റ്സ് വരുന്നതാണ് അർത്ഥം. സെലക്ട് സപ്ലയർ എന്നുള്ള ടേബിളിൽ സപ്ലയർ ഐ ഡി എടുക്കണം, സപ്ലയർ എന്നുള്ള ടേബിളിൽ സപ്ലൈ നെയിം എടുക്കണം, ഓർഡർ എന്നുള്ള ടേബിളിൽ ഓർഡർ ഡേറ്റ് എടുക്കും. ഫ്രം സപ്ലൈസ് ഫുൾ ഔട്ടർ ജോയിൻ ഓർഡേഴ്സ് ഓൺ കണ്ടീഷൻ കോമൺ ഫീൽഡ് വെച്ച് നമ്മൾ കണ്ടീഷൻ കൊടുക്കും. സപ്ലയറിൽ സപ്ലയർ ഐ ഡി ഈക്വൽ ടു സപ്ലയർ ഡോട്ട് സപ്ലയർ ഓർഡർ ഡോട്ട് സപ്ലയർ ഐ ഡി. സോ റിസൾട്ട് വരുമ്പം സപ്ലയർ ഐ ഡി നമ്മൾ എടുക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിലെ ടേബിളിൽ നിന്നാണ് അല്ലേ? സപ്ലയർ ഡോട്ട് സപ്ലയർ ഐ ഡി ആണ്. സോ ഇതിൽ എല്ലാ വാല്യൂസും വരും. 10,000, 10,001, 10,002, 10,003. ഇവിടെ 10,004 ഇവിടുന്ന് വരാത്തതിന് കാരണം ഇവിടെ നോക്കുക, നിങ്ങൾ സപ്ലയേഴ്സ് ഡോട്ട് സപ്ലയർ ഐ ഡി ആണ് നമ്മൾ എടുത്തത്. അതുകൊണ്ട് ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ സപ്ലയർ ഐ ഡി എന്നുള്ള വാല്യൂ എടുക്കുന്നത്. ഓക്കെ. അതേപോലെ സപ്ലയർ നെയിം ഇതിനെല്ലാം വരും. IBM, ഹവ്ലെറ്റ് പാക്കറ്റ്, മൈക്രോസോഫ്റ്റ്, NVIDIA വരും. ദെൻ ഓർഡർ ഡേറ്റ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ഓർഡർ ഡേറ്റ് എടുക്കുന്നത് ഫ്രം ഓർഡർ എന്നുള്ള ടേബിളിൽ നിന്നാണ്. ഓർഡേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്നാണ് നമ്മൾ ഓർഡർ ഡേറ്റ് എടുക്കുന്നത്. ഇവിടെ നോക്കുക അല്ലേ? സോ ഓർഡർ ഡേറ്റ്. സോ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ 10,000 ഉണ്ട്, 10,001 ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇവിടെ ഡേറ്റ് കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ 10,002 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല. സോ അതിനെന്തുണ്ടാവില്ല, നമുക്ക് ഡേറ്റ് കിട്ടൂല. അപ്പം 10,002നെ നമ്മൾ എന്ത് ചെയ്യും? ഡേറ്റ് നള്ളാക്കി വിടും. അതേപോലെ 10,003 ഇവിടെ ഉണ്ട്, ഇവിടെ കോമൺ ഫീൽഡിൽ ഇവിടെ ഉണ്ടോ? ഇല്ല. സോ ഓർഡർ ഡേറ്റ് ആണ് ഇതിന് കറസ്പോണ്ടിങ് കിട്ടില്ല, നള്ള് കിട്ടും. ഓക്കെ. അതേപോലെ നമ്മൾ ഓർഡർ ഡേറ്റ് എടുക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം ഓർഡേഴ്സ് എന്നുള്ള ടേബിളിൽ നിന്നാണ്. അപ്പോൾ ഈ 3 ഡേറ്റും നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ 2013 05 എന്നുള്ള വാല്യൂ ഇവിടെ വരും അല്ലേ? 2013 08 സോറി ഇത് 05 ആണ്, 0514 ഈ വാല്യൂ, ഈ അവസാനത്തെ വാല്യൂ ഇവിടെ വരും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ വാല്യൂസ് ഉണ്ടോ? കാരണം 10,004 ആണ് അതിന് സപ്ലയർ ഐ ഡി കോമൺ വരുന്നത്. ഇവിടെ എന്തില്ല? 10,004 ഇല്ല. സോ അവിടെ കറസ്പോണ്ടിങ് സപ്ലയർ നെയിമും ഇല്ല, നമുക്ക് സപ്ലയർ ഐ ഡി നമുക്ക് ഇവിടെ കിട്ടില്ല. കാരണം സപ്ലയർ ഐ ഡി എടുക്കുന്നത് ഈ ടേബിളിൽ നിന്നാണ്. സോ ഇവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ നൾ വാല്യൂ കൊടുക്കും. ഇതാണ് ഫുൾ ഔട്ടർ ജോയിൻ. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഫുള്ള് വരും. ഓക്കെ. ദെൻ ജോയിനിൽ അവസാനത്തത് ക്രോസ് ജോയിൻ ആണ്. ക്രോസ് ജോയിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം. ദ ക്രോസ് ജോയിൻ മാച്ചസ് എവറി റോ ഓഫ് ദ ഫസ്റ്റ് ടേബിൾ വിത്ത് എവറി റോ ഓഫ് ദി സെക്കൻഡ് ടേബിൾ. എല്ലാ റോസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജോയിൻ ഓപ്പറേഷൻ നടത്തുക, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ എടുക്കുന്നുണ്ട് അവിടെ. ഇറ്റ് ഓൾസോ നോൺ ആസ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ജോയിൻ. If the table has one has x columns and table 2 has y column, then the resulting table will have x plus y columns. Okay. Syntax: select column from table 1, cross join table 2. So cross join എന്നാണ് നമ്മൾ എഴുതുന്നത്. table 1 table 2 cross join. അവിടെ വേറെ കണ്ടീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ടേബിൾ എംപ്ലോയി എന്നത് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് രണ്ട് ടേബിളാണ്. ഇവിടെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. സോ ഐ ഡി ഇൻറ്റിജർ, നെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ ഐ ഡി ഇൻറ്റിജർ, ഡിപ്പാർട്ട്മെന്റ് ടെക്സ്റ്റ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. സോ സെലക്ട് നെയിം ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നെയിമും DPT മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഫ്രം എംപ്ലോയി, എംപ്ലോയി എന്നുള്ള ടേബിളിൽ നമ്മൾ ഐ ഡിയും ഡിപ്പാർട്ട്മെൻറ്റും മാത്രമേ എടുക്കുന്നുള്ളൂ. ക്രോസ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ എംപ്ലോയി ക്രോസ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ നെയിം ഏത് കോളത്തിൽ നിന്നാണ് വരുന്നത്? ഈ ടേബിളിൽ നിന്നാണ് വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ടേബിളിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ക്രോസ് ജോയിൻ എടുക്കേണ്ടി വന്നത്. നെയിം വരുന്നത് എംപ്ലോയി ടേബിളിൽ നിന്നും, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വരുന്നത് DPT വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മളിവിടെ ക്രോസ് ജോയിൻ എടുത്തു അല്ലേ? എംപ്ലോയി ക്രോസ് ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഈ രണ്ട് കോളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സോ ഇത് ഇവിടെ എങ്ങനെ വരും? ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലേ? അതായത് IT എടുത്താൽ IT അജിത്, IT രാഹുൽ, IT മനീഷ, IT ലാരി. ദെൻ
എഞ്ചിനീയറിംഗ് അജീത്ത്, എഞ്ചിനീയറിംഗ് രാഹുൽ, അങ്ങനെ കോളംസ് വരും. നോക്കാം നിങ്ങൾ അല്ലേ, അജീത്ത് IT-ൻ്റെ 4 അല്ലേ, IT വെച്ചിട്ട് 4 എണ്ണം, എഞ്ചിനീയറിംഗ് വെച്ചിട്ട് 4 എണ്ണം, ഫിനാൻസ് വെച്ചിട്ട് 4 എണ്ണം. ആ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എഴുതാൻ ഔട്ട്പുട്ട് കിട്ടുക. ഇതാണ് ക്രോസ് ജോയിൻ, ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണത്. ഓക്കെ, ദെൻ ഇനി ഇത്രയാണ് ജോയിൻ ഓപ്പറേഷനെ പറ്റി നമുക്ക് പോസ്റ്റ്ഗ്രെസ്ക്യൂഎൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എക്സിസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. എക്സിസ്റ്റ് അല്ലേ, ദിർ എക്സിസ്റ്റ് എന്നുള്ളത് വാല്യൂക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലേ. The PostgreSQL exist condition is used in combination with subqueries and is considered to be met if the subquery return at least one row. അതായത് അറ്റ്ലീസ്റ്റ് 1 റോ എങ്കിലും ഉണ്ടോ എന്ന് if there exist എന്നുള്ള കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം അവിടെ. The exist operator test whether a row exists in subquery. അല്ലേ, exist ഓപ്പറേഷൻ വെച്ച് നമുക്ക് എന്താ ചെയ്യുന്നത്, സബ്ക്വറിയിൽ ഒരു റോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പെർട്ടിക്കുലർ റോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ എക്സിസ്റ്റിൻ്റെ പർപ്പസ്. This means that the operator is used together with subquery. നമ്മൾ സബ്ക്വറിൻ്റെ കൂടെയാണ് നമ്മൾ സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. The exist operator is said to have been met when at least one row is found in the subquery. So അതിന് അറ്റ്ലീസ്റ്റ് ഒരു റോ എങ്കിലും സബ്ക്വയറീസ് ഉണ്ടെങ്കിലാണ് എക്സിറ്റ് ഓപ്പറേറ്റർ നമ്മൾ മെറ്റ് ചെയ്തു എന്ന് പറയാം. അത് മീൻസ് അത് അവിടെ ഉണ്ട് എന്നർത്ഥം അല്ലേ. ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 എന്നുള്ള അർത്ഥം. You can use this operator along with select, update, insert and delete സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. സിൻടാക്സ് where exist ഒരു സബ്ക്വയറി, ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, where exist സബ്ക്വയറി. എക്സാമ്പിൾ സെലക്ട് സ്റ്റാർ ഫ്രം ബുക്ക് where exist അല്ലേ, നമ്മൾ ബുക്കിൻ്റെ പേരുകളെല്ലാം എടുക്കുകയാണ്. where exist എന്താണ്, ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്, ഒരു സബ്ക്വയറി ആണ്. ഇതിൻ്റെ റിസൾട്ട് നിന്നാണ് നമ്മൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം പ്രൈസ് where book ID is equal to price ID. ബുക്ക് ഐ ഡിയും പ്രൈസ് ഐ ഡിയും ഈക്വൽ ആയിട്ടുള്ള പ്രൈസ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഈ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അത് എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ എടുക്കും. സോ ഈ സിൻടാക്സ് എക്സിസ്റ്റ് ഫ്രം ദിസ് റിസൾട്ട്, ഇത് കിട്ടുന്ന റിസൾട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. സോ അതിനാണ് നമ്മൾ എക്സിസ്റ്റ് എന്നുള്ള കണ്ടീഷനിൽ കീവേഡ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത് എനി ഓപ്പറേറ്റർ എന്താണെന്നുള്ളത്, ഫ്രം എനി വൺ അല്ലേ. The Postgres any operator compares values to a set of values returned by subquery. So subquery വരുന്നിടത്താണ് any operator നമ്മൾ ഉപയോഗിക്കുന്നത്. Okay, the following illustrate the syntax of any operator. Expression operator any subquery. നമ്മുടെ ഇവിടെ എന്താ പറയുക, ഇത് subquery must return exactly 1 column. subquery ഒരു കോളം മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. The any operator must be preceded by one of the following comparison operator. അതായത് ഈ any operator തൊട്ട് മുമ്പ് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പാരിസൺ ഓപ്പറേറ്റർ ഉണ്ടാവും. The any operator returns true if any value of the subquery meet the condition, otherwise return false. So ഈ any അതായത് ഏതെങ്കിലും ഒന്ന് എന്നുള്ള അർത്ഥം അല്ലേ, ഏതെങ്കിലും ഒന്ന് ട്രൂ ഉണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ആയിട്ട് ട്രൂ ആയി കഴിഞ്ഞാൽ അത് റിട്ടേൺ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. സിൻടാക്സ് നോക്കുക നിങ്ങൾ. സെലക്ട് ടൈറ്റിൽ ഫ്രം ഫിലിം എന്നുള്ള ടേബിൾ നമ്മൾ ടൈറ്റിൽ എടുക്കുന്നു. വേർ ലെങ്ത് എന്നുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എനി എന്ന് കൊടുത്തിട്ട് ഇവിടെ അഗൈൻ ഒരു സബ്ക്വറിയാണ്. സബ്ക്വറി എന്താണ്, സെലക്ട് മാക്സ് ലെങ്ത് നിന്ന് മാക്സിമം എടുത്തു. ഫ്രം ഫിലിം ഇന്നർ ജോയിൻ ഇവിടെ ഇന്നർ ജോയിൻ ഒക്കെ നടത്തിയ ഒരു ഔട്ട്പുട്ട് കിട്ടും നമ്മൾ. അതിൽ ഈ ലെങ്ത് ഗ്രേറ്റർ ദാൻ എനി ഓഫ് ദീസ് ഔട്ട്പുട്ട്, ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെ ഏതെങ്കിലും ഒന്നിനെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അതാണ് പറഞ്ഞത്. സോ ഇങ്ങനത്തെ സന്ദർഭത്തിലാണ് നമ്മൾ എനി എന്നുള്ള കീവേഡ് ഉപയോഗിക്കുക. Then all operators in PostgreSQL, the PostgreSQL all operator allow you to query data by comparing a value with list of values returned by subquery. അതായത് സബ്ക്വറീസ് റിട്ടേൺ ചെയ്യുന്ന എല്ലാം ആയിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നുണ്ട് അവിടെ. ഓക്കെ, കമ്പയറിങ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് റിട്ടേൺ ദ വാല്യൂ ഫ്രം സബ്ക്വറി റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിലെ എല്ലാ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓൾ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. സിൻടാക്സ് ആണിത്, അല്ലെങ്കിൽ അതിൻ്റെ കമ്പാരിസൺ ഓപ്പറേറ്റർ, ഇവിടെ ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ഉണ്ടാവും, ദെൻ ഓൾ എന്നുള്ള കീവേഡ് സബ്ക്വറി. സോ ഈ രീതിയിലാണ് നമ്മൾ ഇത് സാധാരണ ഉപയോഗിക്കുക. സിൻടാക്സ് ദി ഓൾ ഓപ്പറേറ്റർ മസ്റ്റ് ബി പ്രിസീഡഡ് ബൈ എ കമ്പാരിസൺ ഓപ്പറേറ്റർ സച്ച് ആസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഏതെങ്കിലും കമ്പാരിസൺ ഓപ്പറേറ്റർ വരും, ദെൻ ഓൾ വരും, ദെൻ സബ്ക്വറി വരും. ദി ഓൾ ഓപ്പറേറ്റർ മസ്റ്റ് ബി ഫോളോഡ് ബൈ സബ്ക്വറീസ് വിച്ച് ഓൾസോ മസ്റ്റ് ബി സറൗണ്ടഡ് ബൈ പാരാന്തസിസ്. സോ ദെൻ ലൈക്ക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് എഫ് വെച്ചിട്ടുള്ള ആൾക്കാരുടെ പേര് കിട്ടണം, അല്ലെങ്കിൽ ഇ വെച്ചിട്ട് അവസാനിക്കുന്ന ആൾക്കാരുടെ പേര് കിട്ടണം. ഇങ്ങനെ സംബന്ധിച്ച് ലൈക്ക് ദിസ്
ലൈക്ക് ദീസ് എന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ, അതായത് എന്തെങ്കിലും ഒരുപോലെ അതേപോലെ ഉപയോഗിക്കുന്ന കണ്ടീഷൻ. സോ അത് കാണാൻ നമുക്ക് ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ ക്ലിയർ ആവും നിങ്ങൾ. ദ PostgreSQL ലൈക്ക് കണ്ടീഷൻ അലോ വൈൽഡ് കാർഡ് ടു ബി യൂസ്ഡ് ഇൻ ദ വേർഡ് ക്ലോസ് ഓഫ് എ സെലക്ട്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഓപ്ഷൻ. സെലക്ടിൻ്റെ എന്തെങ്കിലും കൂടെ വേർ കണ്ടീഷൻ്റെ കൂടെ നമ്മൾ ലൈക്ക് ഓപ്പറേഷൻ ഉപയോഗിക്കുക. ദിസ് അലോ യു ടു പെർഫോം എ പാറ്റേൺ മാച്ചിങ്. ഒരു പാറ്റേൺ മാച്ചിങ് ആണ്, അതായത് നെയിം സ്റ്റാർട്ടിങ് വിത്ത് എ പെർട്ടിക്കുലർ ലെറ്റർ അല്ലെങ്കിൽ നെയിം എൻഡിങ് വിത്ത് എ പെർട്ടിക്കുലർ ലെറ്റർ, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈക്ക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. സിൻടാക്സ് നോക്കുക നിങ്ങൾ. സെലക്ട് കോളം എത്ര കോളമാണോ, ഫ്രം ടേബിൾ നെയിം ഏത് ടേബിളിലാണോ ആ കോളംസ് എടുക്കുക. വേർ ഒരു കണ്ടീഷൻ കൊടുക്കുക, വേർ കണ്ടീഷൻ ലൈക്ക് കണ്ടീഷൻ. എക്സാമ്പിൾ കാണാം നിങ്ങൾക്ക്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്നുള്ള ടേബിളിന് നമ്മൾ എല്ലാ എലിമെൻസും എടുക്കുന്നതാണ് സ്റ്റാർ കൊടുക്കുക അല്ലേ. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ നെയിം ലൈക്ക്, നെയിം എങ്ങനെ ആയിരിക്കണം, AJ ആൻഡ് പെർസെൻറ്റേജ്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം AJ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ നെയിംസും ഫ്രം എംപ്ലോയി ടേബിൾ അല്ലേ. വേർ നെയിം ലൈക്ക് AJ പെർസെൻറ്റേജ്. നോക്കുക നിങ്ങൾ. ദ ഔട്ട്പുട്ട് ഫെറ്റ് നെയിംസ് ലൈക്ക് AJ, അതായത് അജ്മൽ, അജയ്, അജിത്ത് എന്നൊക്കെയുള്ള പേരുകൾ വരും. ഇതിന് പകരം ഇത് ഇങ്ങനെയായിരുന്നു. ഇഫ് നെയിം ലൈക്ക് പെർസെൻറ്റേജ് യു എന്നാണെങ്കിൽ യു വെച്ച് അവസാനിക്കുന്ന എല്ലാ നെയിംസും നമുക്ക് എടുക്കാമായിരുന്നു. ബിജു അല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. സോ ഇത് AJ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ അല്ലെ, AJ പെർസെൻറ്റേജ് ആണെങ്കിൽ AJ വെച്ച് ഇവിടെ എന്തും വരാം. അതായത് മറിച്ച് പെർസെൻറ്റേജ് യു എന്നാണെങ്കിൽ പെർസെൻറ്റേജ് ഇതിന് മുമ്പ് എന്തും വരാം, അവസാനം ഒരു യു വെച്ച് എൻഡ് ചെയ്താൽ മതി. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഈ കണ്ടീഷൻ. സോ അത് ഉപയോഗിക്കുന്ന രീതി ഇങ്ങനെയാണെന്ന് അർത്ഥം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി വേർ ഒരു കണ്ടീഷനാണ് നെയിം ലൈക്ക് AJ. സോ ഈ രീതിയിലാണ് നമ്മൾ ലൈക്ക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ SQL ബിറ്റ്വീൻ കണ്ടീഷൻ. ബിറ്റ്വീൻ എന്ന് നമുക്കറിയാം ഏതെങ്കിലും രണ്ട് വാല്യൂസിൻ്റെ അടുത്തുള്ളതാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഓക്കെ, ഏജ് ബിറ്റ്വീൻ 18 and 30 എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, the PostgreSQL between condition is used to word clause to fetch data from table between two specific condition. രണ്ട് കണ്ടീഷൻ്റെ അടുത്തുള്ള വാല്യൂസ് എടുക്കാനാണ്. Syntax select columns from table name word search condition between condition. ഒരു കണ്ടീഷൻ കൊടുക്കും between condition. ഉദാഹരണം നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് വേർ ഏജ് ബിറ്റ്വീൻ 25 and 27 അല്ലേ. എംപ്ലോയി എന്നുള്ള ടേബിളിൽ എല്ലാ വാല്യൂസും എടുക്കണം. കണ്ടീഷൻ എന്താണ്, ഏജ് എന്തായിരിക്കണം, ബിറ്റ്വീൻ 25 and 27. സോ ഈ രീതിയിൽ ഉപയോഗിക്കാനാണ് നമ്മൾ ബിറ്റ്വീൻ എന്നുള്ള കീവേഡ് ഉപയോഗിക്കുന്നത്. ദെൻ ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി SQL വ്യൂസ് ആണ്. വ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലേ, വ്യൂ അതായത് ഒരു ടേബിളിൻ്റെ ഒരു വ്യൂ, അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തരാം. ഒരു എന്താ പറയുക, ഒരു വിർച്വൽ ടേബിളാണ് അവിടെ. ഓൾറെഡി നമ്മൾ ഡാറ്റാബേസിൽ ഇല്ലാത്ത ടേബിൾ അല്ലെങ്കിൽ ഒരു വിർച്വൽ ടേബിൾ യൂസർക്ക് വിസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതിനാണ് പോസ്റ്റ്ഗ്രെസ് വ്യൂ എന്ന് പറയാം. അതായത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന് വ്യൂ ചെയ്യാം ടേബിളിനെ. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ മുഴുവൻ കുറേ ഡീറ്റെയിൽസ് ഉള്ള ടേബിൾ ഉണ്ട്. എനിക്ക് നിങ്ങൾ ആവശ്യമുള്ളത് നിങ്ങളുടെ പേര്, റോൾ നമ്പർ, നിങ്ങളുടെ അഡ്രസ്സ് മാത്രമാണെങ്കിൽ അത് മാത്രം ഒരു ടേബിൾ ആക്കിയിട്ട് എനിക്ക് കാണിച്ചു തരിക. അതൊരു വ്യൂ ആണ്. ഓക്കെ, ഇൻ PostgreSQL a view is a pseudo table, ഒരു ഇമാജിനറി ടേബിൾ ആണ്. ഇറ്റ് ഇസ് നോട്ട് എ ഫിസിക്കൽ ടേബിൾ ബട്ട് ഇറ്റ് അപ്പിയർ ആസ് ആൻ ഓർഡിനറി ടേബിൾ ഓർ സെലക്ട്. ഒരു സെലക്ട് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഡിനറി ടേബിൾ പോലെയാണ് എന്തുണ്ടാവുക, ഈ വ്യൂ ഉണ്ടാവുക. ഇറ്റ്സ് എൻ ഇമാജിനറി ടേബിൾ. ഇറ്റ്സ് എ വിർച്വൽ ടേബിൾ ക്രിയേറ്റഡ് ബൈ ക്വറീസ് ജോയിനിങ് വൺ ഓർ മോർ ടേബിൾ. നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു ടേബിളാക്കിയിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ടേബിളിലേക്ക് നമുക്ക് വരുത്താൻ പറ്റും. അതിന് വ്യൂ ഫെസിലിറ്റേറ്റ് യൂസർ ടു ഡു ഫോളോയിങ്. സോ it structure data in a natural and intuitive way and make it easy to find. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, അതായത് ഒരുപാട് ഡാറ്റാബേസിൻ്റെ ഒരുപാട് കോളംസും ടേബിളിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഒരു യൂസർക്ക്, ഒരു പെർട്ടിക്കുലർ യൂസറിന് ആവശ്യമുള്ള രീതിയിൽ മാത്രം അതിനെ കാണാം. അവർക്ക് ആവശ്യമുള്ള മാത്രമായിട്ട് നമുക്കതിനെ എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ദെൻ ഇറ്റ് റെസ്ട്രിക്റ്റ് ആക്സസ് ടു ദ ഡാറ്റ സച്ച് ദാറ്റ് ദ യൂസർ ക്യാൻ ഓൺലി സീ ലിമിറ്റഡ് ഡാറ്റ ഇൻസ്റ്റെഡ് ഓഫ് കംപ്ലീറ്റ് ഡാറ്റ. അപ്പം ഉദാഹരണത്തിന് വലിയൊരു ഡാറ്റാബേസ് ഒന്ന് ഒരു പെർട്ടിക്കുലർ യൂസറിന് അയാൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ കാണിച്ചു കൊടുക്കുക. മീൻസ് അയാളിൽ നിന്നും ഹിഡൻ ചെയ്യേണ്ട ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു വ്യൂ ഉണ്ടാക്കി കൊടുക്കുക. ഇറ്റ് സമ്മറൈസ് ഡാറ്റ ഫ്രം വേരിയസ് ടേബിൾ ടു ജനറേറ്റ് റിപ്പോർട്ട്സ്. സോ നമുക്ക് മൾട്ടിപ്പിൾ ടേബിൾസ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സമ്മറി എടുക്കാനൊക്കെ വളരെ ഈസിയാണ്. എങ്ങനെയാണ് SQL വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ PostgreSQL വ്യൂ ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ യൂസിങ് ക്രിയേറ്റ് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ്. സോ ക്രിയേറ്റ് വ്യൂ എന്നുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്. യു ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ഫ്രം എ സിംഗിൾ ടേബിൾ, മൾട്ടിപ്പിൾ ടേബിൾ ആൻഡ് അനദർ വ്യൂ. നമുക്ക് ഒരു ടേബിൾ അല്ലെങ്കിൽ രണ്ട് ടേബിൾ അല്ലെങ്കിൽ വ്യൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിൻടാക്സ് ക്രിയേറ്റ് വ്യൂ നെയിം ആസ്. ഈ രീതിയിലാണ് പോകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. വ്യൂ ആസ് ഏത് ടേബിളിൽ നിന്നാണ് വേണ്ടത് അല്ലേ. ക്രിയേറ്റ് വ്യൂ, ഒരു നെയിം കൊടുക്കുന്നു ആസ്,
സെലക്ട് കോളം 1, 2, 2 ഫ്രം ടേബിൾ നെയിംസ്. സോ ഈ ടേബിളിൽ നിന്ന് നമ്മളൊരു വ്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്യും അക്കോർഡിംഗ് ടു ദീസ് കോളം. നമ്മൾ ഏതൊക്കെ കോളം വെച്ചിട്ടാണ് വേണ്ടത് അത് മാത്രം വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഒരു കണ്ടീഷനും കൂടെ നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. വ്യൂ ഫ്രം മോർ ദാൻ വൺ ടേബിൾ ആണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് വ്യൂ നെയിം ആസ് സെലക്ട് ടേബിൾ 1 ഡോട്ട് നെയിം, ടേബിൾ 1 ഡോട്ട് അഡ്രസ്, ടേബിൾ 2 ഡോട്ട് മാർക്ക് ഫ്രം ടേബിൾ 1, ടേബിൾ 2 വേർഡ്, ടേബിൾ 1 ഡോട്ട് നെയിം ഈക്വൽ ടു ടേബിൾ ഡോട്ട് 2. സോ 2 ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. സോ ഓരോ ടേബിളിൽ നിന്ന് വരുന്ന കോളംസ് നമ്മളിവിടെ സ്പെസിഫിക്കലി മാർക്ക് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ക്രിയേറ്റ് വ്യൂ കറണ്ട് എംപ്ലോയി എന്നുള്ളത് ആസ് സെലക്ട് നെയിം, ID, സാലറി, നെയിമും ഐഡിയും സാലറിയും മാത്രം ഫ്രം എംപ്ലോയി എന്നുള്ള ടേബിൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, നെയിമും ഐഡിയും സാലറിയും. സോ അത് എനിക്ക് ഈസിയാണ്, എൻ്റെ ആവശ്യത്തിന് അത് മതി. സോ ആ രീതിയിൽ ചെയ്യുന്നതാണത്. സോ കറണ്ട് എംപ്ലോയീസ് എന്നുള്ള ടേബിൾ നെയിമിൽ ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യും. അതിൽ എന്തൊക്കെ കോളം ഉണ്ടാവുക, നെയിം, ID, സാലറി, ഏതെന്ന് ഫ്രം എംപ്ലോയി. ഇത്രയേ ഉള്ളൂ. സോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. ഇനി അപ്ഡേറ്റിംഗ് ഒരു വ്യൂ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം? ഒരു ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു വ്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ മോഡിഫൈ ദ ഡെഫിനിഷൻ ഓഫ് എ വ്യൂ ഇൻ PostgreSQL വിത്തൗട്ട് ഡ്രോപ്പിംഗ് ഇറ്റ് ബൈ യൂസിങ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ സ്റ്റേറ്റ്മെന്റ്. സോ അതിനുള്ള കീവേഡാണ് എന്ത്, ക്രിയേറ്റ് ഓർ റീപ്ലേസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സിൻടാക്സ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് വ്യൂ നെയിം ആസ് സെലക്ട് കോളംസ് ഫ്രം ടേബിൾ വേർ കണ്ടീഷൻസ്. വ്യൂ നെയിം ഈസ് ഈക്വൽ ടു ദ നെയിം വ്യൂ ദാറ്റ് യു വിഷ് ടു അപ്ഡേറ്റ്. നമ്മൾ കൊടുക്കേണ്ട പേര് ഇവിടെ കൊടുക്കുക, എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം. ദെൻ ഡ്രോപ്പ് വ്യൂ. നമുക്കറിയാം ടേബിളൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. യു ക്യാൻ ഡിലീറ്റ് ഓർ ഡ്രോപ്പ് വ്യൂസ് ബൈ യൂസിങ് ഡ്രോപ്പ് വ്യൂ കമാൻഡ്. സിൻടാക്സ് ഡ്രോപ്പ് വ്യൂ, ദെൻ വ്യൂവിന് പേരും കൊടുക്കുക, അത്രയേ ഉള്ളൂ. ദെൻ ഡ്രോപ്പ് വ്യൂ കറണ്ട് എംപ്ലോയി. നേരത്തെ നമ്മളൊരു കറണ്ട് എംപ്ലോയി എന്നുള്ളൊരു വ്യൂ ഉണ്ടാക്കിയിരുന്നില്ല, അത് ഡ്രോപ്പ് ചെയ്യാനുള്ള എക്സാമ്പിളാണ് ഡ്രോപ്പ് വ്യൂ കറണ്ട് എംപ്ലോയി. സോ ഇത്രയാണ് ഈ ഒരു എൻ്റയർ മൊഡ്യൂളിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജോയിൻ ഓപ്പറേഷൻസ്, അതേപോലെ ബെറ്റ്വീൻ, ഇൻ, ഓൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ വ്യൂസ് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് വ്യൂസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിൻ്റെ SQL എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഇന്ന് പഠിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് നല്ലോണം നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.